നമസ്കാരം. വീണ്ടും സ്വാഗതം. യൂറിപ്പൈലസ് ഗ്രീക്ക് പടയെ അങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരുന്ന ഈ സമയമെല്ലാം ഒഡ്യൂസിയൂസിന്റെ കപ്പൽ സ്കൈറോസിനെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അവർ സ്കൈറോസിലെത്തി. അവിടെയാണ് അക്കിലസിന്റെ കൊട്ടാരം. അക്കിലസിന്റെ ഭാര്യ ഡിഡാമായി അവിടെയാണുള്ളത്. അപ്പോൾ അവരെ കണ്ട് മകനെ യുദ്ധത്തിന് കൂട്ടിക്കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥനയുമായിട്ടാണുള്ള രണ്ടുപേരും ചെന്നിരിക്കുന്നത്. അവിടെ അവർ സ്കൈറോസിൽ ഇറങ്ങി നേരെ കൊട്ടാരത്തിലേക്ക് നടന്നു. കൊട്ടാരത്തിലെത്തുമ്പോൾ കൊട്ടാര അങ്കണത്തിൽ തന്നെ ഒരു യുവാവ് ആയുധ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ കുന്തമെറിഞ്ഞ് പരിശീലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് ആരാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാരണം അക്കിലസിനെ വാർത്തു വെച്ച പോലെ ഉള്ള രൂപമായിരുന്നു ആ യുവാവിനുണ്ടായിരുന്നത്. നേരെ ചെന്ന് ഒഡീസിയൂസ് തങ്ങളെ പരിചയപ്പെടുത്തി. എന്നിട്ട് അക്കിലസിൻ്റെ മരണം ആ യുവാവിനെ അറിയിച്ചു. അതിനോടൊപ്പം ഇതും പറഞ്ഞു, അക്കിലസിൻ്റെ മരണം അറിയിക്കാൻ മാത്രമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, ഗ്രീക്ക് സേനയുടെ സൈന്യാധിപത്യം താങ്കൾ ഏറ്റെടുക്കണം എന്ന് പറയാൻ കൂടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അക്കിലസിൻ്റെ മരണവാർത്ത അറിഞ്ഞ് നിയോടോളമിയും ഡിഡാമായും എല്ലാം ദുഃഖിതരായി. പക്ഷേ നിയോടോളമി യുദ്ധത്തിന് പോകാനായിട്ട് സമ്മതിച്ചു. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് അത്ര സന്തോഷമില്ലായിരുന്നു. മക്കളെ യുദ്ധത്തിന് വിടാൻ ഏതമ്മമാർക്കാണ് സന്തോഷം ഉണ്ടാവുക? പക്ഷേ നിയോടോളമി പറഞ്ഞു, അമ്മയെ ഞാൻ പോയില്ലെങ്കിൽ നമ്മുടെ കുലത്തിന് ഇവിടുന്ന് പോയി യുദ്ധം ചെയ്ത എത്രയോ വീരന്മാർ മരിച്ചു വീണു, എൻ്റെ പിതാവ് മരിച്ചിരിക്കുന്നു, അതിന് ഞാൻ പകരം ചോദിക്കണ്ടേ? അതുമാത്രമല്ല, ഞാൻ യുദ്ധത്തിന് പോയി മരിച്ചാൽ തന്നെ എനിക്ക് നല്ല കീർത്തി ഉണ്ടാവും, എൻ്റെ വ്യക്തിത്വം എല്ലാവരും അറിയും, എനിക്ക് ബഹുമാനം കിട്ടും. ഇനി അഥവാ ജയിച്ചാൽ ഞാൻ വീണ്ടും കീർത്തിമാനാവും, കൂടാതെ ധാരാളം സമ്പത്തും കിട്ടും. എന്തായാലും ഞാൻ പോകും. ഒടുവിൽ ഡിഡാമായി സമ്മതിച്ചു. നിയോടോളമിയെ യുദ്ധത്തിനായി ഒഡീസിയൂസിനൊപ്പം അയച്ചു. നേരെ നമുക്ക് ട്രോയ് തീരത്തേക്ക് പോകാം. കുറേ നാൾ കഴിഞ്ഞിട്ടാണല്ലോ ഇവർ എത്തുന്നത്. എത്തുമ്പോൾ ഗ്രീക്ക് സേന എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പരിങ്ങി, പകുതി കപ്പലിലും പകുതി കടൽ തീരത്തുമൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പിൻവാങ്ങി അവർ ഓൾമോസ്റ്റ് പുറത്തിയടിക്കുന്ന ലെവലിലായി. അപ്പോഴാണ് ഇവരെത്തുന്നത്. നിയോടോളമി നേരെ യുദ്ധത്തിനായിട്ട് കുതിച്ചു. തൻ്റെ പിതാവിനെ കൊന്നവരോടുള്ള ദേഷ്യവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ നിയോടോളമി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി. അവനെ കണ്ടതും ട്രോയ്ക്കാർ അമ്പരന്നു. പലരും അലറി വിളിച്ചു, ദാ അക്കിലസ് വന്നിരിക്കുന്നു, അക്കിലസ് രക്ഷപ്പെടൂ. അക്കിലസ് എന്ന പേര് കേട്ടതോടുകൂടി തന്നെ ട്രോയ്ക്കാർ ഭയന്ന് വിറച്ച് ഓടാൻ തുടങ്ങി. നിയോടോളമി തൻ്റെ മുന്നിൽ കണ്ടവരെയെല്ലാം നിഷ്കരുണം വധിച്ചുകൊണ്ടിരുന്നു. ആരെന്നല്ല, അയാളുടെ മുമ്പിൽ വരാൻ ആരും ധൈര്യപ്പെട്ടില്ല. വന്നവരെല്ലാം നേരെ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു. ഗ്രീക്കുകാർക്കൊക്കെ വളരെ സന്തോഷമായി. അവർ നിയോടോളമിക്ക് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുത്തു. സ്വർണ്ണപ്പിടിയുള്ള വാള്, എന്നിട്ട് പറഞ്ഞു, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, അക്കിലേസിൻ്റെ പുത്രനായ നിയോടോളമി ഞങ്ങളുടെ രക്ഷകൻ എന്ന് ഗ്രീക്കുകാരെല്ലാം മുദ്രാവാക്യമൊക്കെ വിളിച്ച് അവനെ സന്തോഷിപ്പിച്ചു. പിറ്റേ ദിവസം നിയോടോളമി വീണ്ടും യുദ്ധത്തിനിറങ്ങി. തലേ ദിവസത്തെ കഴിഞ്ഞും കൂടുതൽ ശൗര്യത്തോടെ അവൻ മുന്നിലേക്ക് ഇറങ്ങി. തൻ്റെ പിതാവിൻ്റെ പടച്ചട്ടയും ഹെൽമെറ്റും ഒക്കെ ധരിച്ച് സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ട് നിയോടോളമി യുദ്ധമുഖത്തേക്ക് ചെന്നു. ഭീകരമായ യുദ്ധം ആരംഭിച്ചു. കണ്ണി കാണുന്നവരെല്ലാം അന്നും വെട്ടി വീഴ്ത്തിക്കൊണ്ട് നിയോടോളമി മുന്നേറുകയാണ്. തുടരെ അസ്ത്രങ്ങളേത് തങ്ങളുടെ എതിരാളികളെ വീഴിക്കാനും വലിയ വലിയ കുന്തങ്ങളെറിഞ്ഞ് അവരെ നശിപ്പിക്കാനും എല്ലാം ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ നിയോടോളമിക്ക് കഴിഞ്ഞു. ഒടുവിൽ യൂറിപ്പൈലസ് അവരുടെ നിയോടോളമിയുടെ മുന്നിലെത്തി. കാരണം ഈ ട്രോയ് പട തോറ്റ് അങ്ങ് കോട്ടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിയോടോളമിയുടെ മുന്നിൽ
യൂറിപ്പൈലസ് എത്തിയത്. അവർ തമ്മിലായി അടുത്ത യുദ്ധം. ഭീഷണമായ യുദ്ധം നടന്നു. അതിനൊടുവിൽ യൂറിപ്പൈലസ് പരാജയപ്പെട്ടു. യൂറിപ്പൈലസ് കൂടി പരാജയപ്പെട്ട കണ്ടതോടുകൂടി ട്രോയ്ക്കാർ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓട്ടം ആരംഭിച്ചു. എല്ലാവരും കോട്ടയ്ക്കകത്തേക്ക് ഓടിക്കയറി. ഇത് തന്നെ തക്കം, ഇന്ന് നമ്മൾ ട്രോയ് ജയിച്ചിരിക്കും എന്ന് പറഞ്ഞ് ഗ്രീക്കുകാരും വർദ്ധിച്ച ആവേശത്തോടു കൂടി മുന്നിലേക്ക് ഓടിക്കയറി. ട്രോയ് നഗരം ഇന്ന് വീഴും എന്ന് ഏതാണ്ട് ഉറപ്പായി. ആ സമയത്ത് അതിഭീകരമായൊരു കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിനൊപ്പം പേമാരിയും ഇടിമിന്നലും ഉണ്ടായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഗ്രീക്കുകാർ പിൻവാങ്ങി. പേടിച്ചവരെല്ലാം കപ്പലിൽ കയറിയിരുന്നു. നിയോട്ടോളമിയും അമ്പരന്ന് പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. നിയോട്ടോളമിയും ഓടി കപ്പലിൽ കയറി. എന്താണ് സംഭവിച്ചത്, നമുക്ക് എന്തുകൊണ്ട് ദേവകോപമാവാം എന്ന് അവർ വിചാരിച്ചു. ശരിക്കും സ്യൂസ് എന്ന ദേവരാജാവ് ആണ് ഈ പണി ഒപ്പിച്ചത്. കാരണം ഗ്രീക്കുകാർ ജയിക്കുന്നത്, അതായത് ട്രോയ് നഗരത്തെ കീഴടക്കുന്നത് സ്യൂസിന് അത്ര ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഗ്രീക്കുകാർക്ക് ഇതറിയില്ലല്ലോ. എന്തോ ദേവകോപമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അതിന് എന്ത് ചെയ്യണമെന്നറിയാൻ, മുന്നിലേക്ക് യുദ്ധം എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാനായിട്ട് അവരവരുടെ പ്രവാചകനായ കാൽക്കസിനെ വിളിച്ചു വരുത്തി. കാൽക്കസ് എന്ത് ഉപാധിയായിരിക്കും ഗ്രീക്കുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക? അത് അടുത്തതിൽ പറയാം. ഓക്കെ, നമസ്കാരം.